മോഹവുമായി മിഥിലാപുരിയിലെ മൺകിടാവിന രാജകലയുടെ വാമകമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. Very good singing, and I think I'm hearing you for the first time today, and if I'm not mistaken, you're a big follower of Yesudas sir. I can see that. I feel that apart from, you should definitely follow him, but I think more than following him note by note, I feel it would be better. You got such a rich voice. Your voice quality is so beautiful. I feel that use the principles of this great legend singing, but apply your own ideas so that in future you can create your own identity. അസലായിട്ട് പാടി. Thank you. നല്ല ശബ്ദം. Thank you. എന്താ നല്ല സോങ് സെലക്ഷൻ. Thank you. പക്ഷെ ഇന്ന് മോന് അവിടെ നിൽക്കട്ടെ. നമുക്ക് ദാസാർ ഉള്ളപ്പോഴേ ദാസാറിന്റെ വോയിസ് വേറൊരാൾ പാടി കേൾക്കുന്ന സത്യത്തില് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ നേരിട്ടും പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു പ്രോബ്ലം വെച്ച് ബാക്കി സോങ്ങിന്റെ കാര്യത്തില് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓവറായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളുണ്ട്. വേറൊരു പാട്ട് പാടാമോ? വേറെ ഏതെങ്കിലും? വേൽമുരുക പാടണ്ട. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീനിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. ഇത് ആര് പാടിയ പാട്ടാ? ഇത് ജി വേണുഗോപാല്. ഇപ്പൊ ദാസാർ പാടിയ പോലെ തോന്നി. ദാസാർ ചന്ദനമണിവാതിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും? അത് പക്ഷെ ബിൻരാജ് എന്റെ അഭിപ്രായത്തിൽ ഈ പാട്ട് കോമ്പറ്റീഷൻ നേരത്തെ പാടിയാൽ മതിയായിരുന്നു. അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് തേർഡ് ചോയ്സ് ആയിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാം നന്നായിരുന്നു. മോനെ നന്നായിട്ട് പെർഫോം ചെയ്തു. ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരു 10, 20, 25 വർഷം മുമ്പേ ഉള്ള ഒരു ദാസങ്ങളുടെ പാട്ട് പാടും. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തി ചെല്ലക്കൊലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ്